ഇപ്പോൾ സ്പൈഡർമാൻ ആ പെൺകൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താണ് പറ്റിയതെന്ന് പെൺകൊച്ചിനോട് ചോദിച്ചതും ഒരാൾ തന്നെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കിയെന്നും അയാൾ തൻ്റെ പുറകെ വരുന്നുണ്ടെന്നും ആ പെണ്ണ് സ്പൈഡർമാനോട് പറയുകയാണ്. അപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് ഈ പെൺകൊച്ചിനെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കിയ ആൾ വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ മൂൺ നൈറ്റാണ്. മൂൺ നൈറ്റ് ആരാണെന്നോ എന്താണെന്നോ സ്പൈഡർമാൻ അറിയത്തില്ല. മാത്രമല്ല ഇപ്പോൾ മൂൺ നൈറ്റ് ആ പെണ്ണിനെ അറ്റാക്ക് ചെയ്യുവാൻ പോകുന്നത് കണ്ടതും അപ്പോൾ തന്നെ സ്പൈഡർമാൻ മൂൺ നൈറ്റിനെ തടഞ്ഞിട്ട് പുള്ളിക്കാരനുമായി അവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ നീ ഈ പെൺകൊച്ചിനെ എന്തിനാ ഉപദ്രവിക്കുവാൻ നോക്കുന്നതെന്ന് സ്പൈഡർമാൻ മൂൺ നൈറ്റിനോട് ചോദിച്ചതും തൻ്റെ ദൈവമായ ചന്ദ്രൻ ഈ പെൺകൊച്ച് എന്തോ വലിയൊരു തെറ്റ് ചെയ്യാൻ പോകുവാണെന്നും അതുകൊണ്ട് ഇവളെ തടയുവാൻ തന്നോട് പറഞ്ഞുവെന്നും മൂൺ നൈറ്റ് സ്പൈഡർമാനോട് പറയുകയാണ്. അതൊക്കെ കേട്ടതും മൂൺ നൈറ്റ് ഒരു ഭ്രാന്തനാണെന്ന് സ്പൈഡർമാൻ വിചാരിക്കുകയാണ്. മാത്രമല്ല എന്തായാലും മൂൺ നൈറ്റിന് താൻ ഈ പെൺകൊച്ചിനെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ സ്പൈഡർമാൻ മൂൺ നൈറ്റിനെ അടിച്ചു വീഴ്ത്തുകയാണ്. മൂൺ നൈറ്റ് പുറകിൽ നിന്ന് അടിച്ച് സ്പൈഡർമാനെ വീഴ്ത്തുവാൻ നോക്കുന്നുണ്ടെങ്കിലും സ്പൈഡർമാൻ സിമ്പിളായി മൂൺ നൈറ്റിനെ തോൽപ്പിക്കുന്നു. എന്നിട്ട് ആ പെൺകൊച്ചുമായി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ വീട്ടിലേക്ക് സ്പൈഡർമാൻ പോവുകയാണ്.